അമ്മയോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. എനിക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. എന്റെ സമയം പാഴാക്കരുത്. സമയം ഒന്നും പാഴാക്കില്ല. അമ്മയ്ക്കും കൂടി താല്പര്യമുള്ള ഒരു വിഷയം സംസാരിക്കാനാ ഞാനിപ്പോ വന്നത്. വാ. എനിക്ക് താല്പര്യമുള്ള വിഷയോ? നീ എന്റെ മകനുമായുള്ള ബന്ധം ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് ഇവിടെ നിന്നും ഇറങ്ങിത്തരാൻ തീരുമാനിച്ചോ? നിന്റെ കാര്യത്തിൽ എനിക്ക് താല്പര്യമുള്ളത് നീ എന്റെ മകനെ ഒഴിവാക്കി ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് തന്നെയാ. ഞാൻ ഇവിടുന്ന് പോകുന്ന കാര്യം പറയാനല്ല, ഇവിടെ തന്നെ സ്ഥിരമായി ഈ വീട്ടിൽ അംഗമായിട്ട് എനിക്ക് ജീവിക്കണമെന്ന് പറയാൻ വേണ്ടി വന്നതാ. ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് അമ്മയോട് പറയാനാ ഞാൻ വന്നത്. അതിന് സാധിക്കണമെങ്കിൽ നിന്നെ കൊണ്ട് നടക്കാത്ത ഒരു കാര്യം ചെയ്യാന്ന് നീ സമ്മതിച്ചിരുന്നു. രാജകീയമായ ഒരു മണിമാലയുടെ കാര്യം. ആ മണിമാല നിന്റെ കൈവശം എത്തിച്ചേർന്നുവോ? അതിന്റെ കാര്യം അറിഞ്ഞിട്ട് മതി ഫംഗ്ഷന്റെ കാര്യത്തിലുള്ള ചർച്ച. അത് നടക്കുന്നതിന് മുന്നേ അമ്മയ്ക്ക് ഞാൻ ആ മണിമാല കാണിച്ചു തന്നിരിക്കും. ഇനിയുള്ള കളികൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. എന്റെ നിബന്ധനകളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. നിന്നെ ഞാൻ മരുമകളായി സ്വീകരിക്കണമെങ്കിൽ ഈ കുടുംബത്തിലേക്ക് മരുമകളായി വന്നു കയറാൻ യോഗ്യതയുണ്ടെന്ന് നീ തെളിയിക്കണം. അതിന് ആ മണിമാല നീ എന്നെ കാണിച്ചിരിക്കണം. എനിക്കത് നൽകിയിരിക്കണം. തീർച്ചയായിട്ടും ഞാൻ വാക്ക് പാലിച്ചിരിക്കും. ഫംഗ്ഷന്റെ കാര്യത്തില് അമ്മ ഒരു തീരുമാനം എടുത്താൽ മണിമാല യഥാസമയം ഇവിടെ എത്തിയിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. ഫംഗ്ഷന്റെ നാള് കുറിച്ചോളൂ. അമ്മയുടെ കയ്യില് മണിമാല വന്ന് എത്തിയിരിക്കും. അത് ഈ ഐശ്വര്യലക്ഷ്മി അമ്മയ്ക്ക് തരുന്ന വാക്കാ. ആ വാക്ക് നിനക്ക് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഐശ്വര്യ നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല, ഈ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല. അർജുൻ സാറിന്റെ ലൈഫിൽ നിന്നും ഒരു അവകാശവും ചോദിക്കാതെ എന്നേക്കുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോക്കോളാം. അതെന്റെ വാക്കാ. ഈ കളിയിൽ എനിക്ക് ലാഭം മാത്രം. മണിമാല എനിക്ക് നൽകിയാൽ എന്റെ ഏറ്റവും വലിയ മോഹം സാധിക്കും. മാല നൽകാൻ സാധിച്ചില്ലെങ്കിൽ ഇവളുടെ ശല്യം എന്നേക്കുമായി ഒഴിയുകയും ചെയ്യും. നിനക്ക് ക്ലിയർ അല്ലേ? ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് വന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. മഹി, സാഹിത്യകാരനും നാടകത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളുമായ മധുസാർ ഇപ്പൊ വിളിച്ചിരുന്നു. ഉടനെ എത്തുമെന്ന്. പറഞ്ഞു നാവെടുത്തില്ല. ദേ സാറെത്തി.